പ്രിയരെ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഒരു കാട്ടിൽ ഒരു കഴുകനും തൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു. അവർ വളരെ ഉയരത്തെ കൂടൊക്കെ കൂട്ടി ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് അവർക്ക് കുഞ്ഞ് ജനിച്ചു. അവർ കുഞ്ഞ് വളർന്നു. കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കേണ്ട സമയമായപ്പോൾ തന്തക്കഴുകൻ പറഞ്ഞു, ഇങ്ങനെ പോരാ, നമുക്ക് കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കണം. തള്ള ചോദിച്ചത് എങ്ങനാ? അത് ഒക്കെ ഉണ്ട്, വാ എന്നും പറഞ്ഞ് കൂട്ടിയിട്ട് പോയിട്ട് ആ കൂട് പതുക്കെ പൊളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കൂട് അതുവരെ നല്ല ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്, നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന സ്ഥലമാണ്. കൂടൊക്കെ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ദേഹത്ത് ഈ കമ്പും ഈ ചുള്ളിയൊക്കെ കുത്താൻ തുടങ്ങി. അവസാനം ഇതിന് നിവർത്തികേട് കൊണ്ട് അവിടെ നിന്ന് താഴേക്ക് ചാടിയപ്പോൾ ഏറ്റവും ഉയരമാണ്. അവിടുന്ന് താഴേക്ക് ചാടിയപ്പോൾ ഇതിന് ആഴവും ഉയരവും അറിയത്തില്ല. ഇതവിടെ നിന്ന് താഴേക്ക് ചാടിയ സമയത്ത് തന്തക്കഴുകൻ തൊട്ടുമീതെയുണ്ട്. ചാടുമ്പോൾ തൊട്ടുമീതെ ആ കഴുകുഞ്ഞിൻ്റെ തൊട്ടുമീതെയുണ്ട്. ഈ കഴുകുഞ്ഞ് താഴേക്ക് പോകാൻ തുടങ്ങി. ഇങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് കാറ്റ് വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ചുഴലിക്കാറ്റ് വരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ സാധനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് പോയി വീഴുന്നതിന് തൊട്ട് മുമ്പ് തന്തക്കഴുകൻ നേരെ മുകളിൽ നിന്ന് താഴെ വന്ന് തൻ്റെ ചിറക് വിരിച്ച് അതിൻ്റെ മുകളിൽ എടുത്തു. തിരിച്ച് വീണ്ടും കൊണ്ടുവന്നു. വീണ്ടും ഇതുപോലെ തന്നെ. ഇങ്ങനെ പലവട്ടമായപ്പോൾ അത് പറക്കാൻ പഠിച്ചു. ഇത് വരുന്ന സമയത്തുള്ള കാറ്റ്, കൊടുങ്കാറ്റ്, പെരുങ്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ പഠിച്ചു. ഇതിൻ്റെ ആ പറക്കൽ അതിനെ ഏറ്റവും ശക്തിയേറിയ, വേഗതയേറിയ ഒരു നല്ല പക്ഷിയാക്കി, നല്ലൊരു കഴുകനാക്കി അതിനെ മാറ്റി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെയാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. നമ്മെ കഴുകൻ തൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം, നമ്മളൊക്കെ ഏറ്റവും ഉയരെ താമസിക്കണമെന്നും ഏറ്റവും ഉന്നത സ്ഥലത്ത് വസിക്കേണ്ടവരാകെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് സകലതും പഠിക്കേണ്ടതെല്ലാം പഠിച്ച് ക്രമമായി നടക്കേണ്ടതിന് ദൈവം നമ്മളെ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഈ പഠിക്കുന്ന സമയം, ഈ അഭ്യസിക്കുന്ന സമയം ഒരുപാട് പ്രയാസവും പ്രതികൂലവും മടുപ്പും വേദനയും ഒക്കെ തോന്നാം. മടുക്കണ്ട കേട്ടോ. ഇതെല്ലാം നന്മയ്ക്കായിട്ട് മാറും. ഒരു കാലം നമുക്കിത് അനുഗ്രഹമായി മാറും. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ പഠിപ്പിക്കും. എവിടെയും തളർന്നു പോവുകയല്ല. ദൈവം നമ്മളെ പറക്കാൻ പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മെ സ്വാതന്ത്ര്യമായി വിടും. ഒരിക്കൽ പോലും നമ്മൾ പിന്നെ തളർന്നു പോകാതെ, നമ്മൾ പോകാത്തക്കോണുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് ചെയ്തു തരും കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ഭാരം കണ്ട്, ഇന്നത്തെ പ്രശ്നം കണ്ട് ഇങ്ങനെ മടുത്ത് നിൽക്കരുത്. നിങ്ങൾ പൊയ്ക്കോണം മുന്നോട്ട്. കാര്യം ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ പറക്കാൻ പഠിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അങ്ങനെ തന്നെയാണ് ശീലിപ്പിക്കുന്നത്. ദൈവം നല്ലവനാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. God bless you.